ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ പ്രഭാതത്തിലെ കർത്താവേ, ഇങ്ങനെ ഒരു കൂടി ഒരു ദൈവം ഒരുക്കി തന്നതിന് ആ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് എനിക്കിതിന് യാതൊരു യോഗ്യതയില്ല, എന്നാൽ എൻ്റെ കർത്താവ് തിരഞ്ഞെടുത്തതാണ്. ഇന്ന് കടന്നു വന്ന ദൈവമക്കൾക്കും കർത്താവിൻ്റെ ദാസനും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറുകൾ പറഞ്ഞാലും തീരാത്ത രീതി എനിക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന്റെ അല്പം പോയിന്റുകൾ മാത്രം പറഞ്ഞ് ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജീവിച്ചു വന്നതാണ്. എനിക്ക് എൻ്റെ പിതാവ് മാതാവ് 6 മക്കളാണ്. എൻ്റെ സഹോദരങ്ങൾ 3 പേര് ഉണ്ട്. 2 സഹോദരിമാരുണ്ട്. ഞാൻ 6ാമത്തെ കുഞ്ഞാണ്. വളരെ ലാളനയിലും വളരെ ഇതില് വളർന്നു വന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വീട് തൃശ്ശൂരാണല്ലോ. അവിടെ കല്ലുമല കുഞ്ഞുച്ചായൻ ഒരു പരസ്യയോഗം നടത്തുന്ന എന്താണെന്നൊന്നും അറിഞ്ഞില്ല. വെറുതെ ശബ്ദം കേട്ട് ഒച്ച കേട്ടിട്ട് ഓടിപ്പോയതാ. കുഞ്ഞല്ലേ, ഞാൻ എപ്പോഴും അങ്ങനെ ഓടിപ്പോകുന്ന. അപ്പൊ അങ്ങനെ ഓടിച്ചെന്നപ്പോ ഞാനിത് ഇങ്ങനെ കണ്ടപ്പം എനിക്ക് തോന്നി, ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പൊ ഞാൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ ദൈവസഭയ്ക്ക് പോവുക, എനിക്ക് അതാ ഇഷ്ടം, എന്നെ ആരും തടയണ്ട, ഞാൻ പോകുന്നു പറഞ്ഞ് വാശി പിടിച്ചു. അങ്ങനെ ചെറുതായി അവിടെ ഇവിടെയൊക്കെ ഓടി ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കൊക്കെ ഓടി നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പം എല്ലാരും പറഞ്ഞു, ഞാൻ ഈ പെണ്ണിനെ പിടിച്ചു കെട്ടില്ലെങ്കിൽ ഈ പെണ്ണ് ഇപ്പോഴേ പോകും ദൈവസഭയില്, ഇനി നിർത്തണം, ഇനി വിടണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു അസുഖം നേരിട്ടു. അതായത് പ്രായപൂർത്തി തികഞ്ഞിരിക്കുന്ന സമയത്ത് ബ്ലീഡിങ് ആയിട്ട് വന്നപ്പോൾ വളരെ മരണത്തോട് മല്ലടിച്ച് എന്നെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ രോഗികളെ ജനം കാണാൻ വരുക. അങ്ങനെ വളരെ പ്രശ്നത്തിലിരിക്കുമ്പോൾ ഒരു പാസ്റ്റർ അവിടെ കയറി വന്നപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഉപദേശി എന്ന് അന്നത്തെ കാലത്ത് എല്ലാവരും വിളിക്കുന്നത്, ഉപദേശി ഇവിടെ ഈ മോൾക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. അപ്പൊ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, 12 വർഷം രക്തസ്രവമായിരുന്ന സ്ത്രീ കർത്താവിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അത് പൂർണ്ണ സൗഖ്യം വന്നു, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഉപദേശി എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ കിടന്ന് 2 മണിക്കൂർ അവിടെ കിടന്ന് മയങ്ങിപ്പോയി. വളരെ അത്ഭുതകരമായ ഒരു സൗഖ്യം അവിടെ നേരിട്ടു, ജനം കാണുക. അപ്പൊ ഞാൻ എഴുന്നേറ്റ് ഓടി വന്ന് ചേച്ചിമാരൊക്കെ എന്നെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറി പുറത്തിറക്കിയപ്പോൾ വളരെ ഇവക്കൊരു കുഴപ്പമില്ല അമ്മ, വളരെ വലിയതായ അത്ഭുതം ദൈവം പ്രവർത്തിച്ചല്ലോ എന്ന് പറഞ്ഞു എല്ലാവരെയും വിളിക്കുകയും പറയുകയും നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി കണ്ടു. അപ്പൊ അതോടുകൂടെ പൂർണ്ണ വിശ്വാസമായി. അപ്പൊ അങ്ങനെ പോയി കുറെ നാൾ പോയി കഴിഞ്ഞപ്പോ ഇവര് പറഞ്ഞു, ഇല്ല, പോയ തീർച്ചയായിട്ടും ഇപ്പോൾ അതിനകത്ത് തന്നെ ആയിപ്പോവും, ഇനി വിടണ്ട എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയപ്പോ വീണ്ടും എനിക്ക് അസുഖം നേരിട്ടു. ഞാൻ പെട്ടെന്ന് തലകറങ്ങി വീഴും, ആർക്കും ഒന്നും പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ. അപ്പോൾ എൻ്റെ മാതാവ് പറഞ്ഞു, ഇവളെ പ്രാർത്ഥനയ്ക്ക് വിടാത്തത് കൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ അസുഖം ഉണ്ടാവുന്നത്, അതുകൊണ്ട് നമ്മൾക്ക് അവളെ പ്രാർത്ഥനയ്ക്ക് വിട്ടേ പറ്റൂ. എൻ്റെ പിതാവ് പോകുന്നുണ്ട്, പിതാവിൻ്റെ ഒപ്പമാണ് ഞാൻ പോകുന്നത്. അപ്പൊ ആ പിതാവ് പോകുന്ന ആ ധൈര്യത്തിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അത് പ്രാർത്ഥനയ്ക്ക് പോയാൽ പൂർണ്ണ സൗഖ്യം, പ്രാർത്ഥനയ്ക്ക് പോയില്ല എങ്കിൽ വീണ്ടും തുടങ്ങും. അപ്പോൾ അതങ്ങനെ തുടർച്ചയായി കൊണ്ടുവന്നു. പിന്നെ അങ്ങനെ ദൈവകൃപയാലെ സ്നാനത്തിന് ഒരുങ്ങി 1900 ഡിസംബർ 6-ാം തീയതി സ്നാനം എടുക്കുവാൻ ദൈവം സഹായിച്ചു. സ്നാനം എടുത്തതിന്റെ ശേഷം അവിടെ സഭയായിട്ട് വളരെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ വിട്ടില്ല. അപ്പൊ അങ്ങനെ അത് വളരെ ബുദ്ധിമുട്ടാണല്ലോ, അത് നമുക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇവരെ സ്റ്റോപ്പ് ചെയ്ത്. പിന്നെ പിതാവിന് വാർദ്ധക്യത്തിലായി. പിന്നെ സഹോദരങ്ങളാണ്. മൂത്ത സഹോദരൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, 86-87 വയസ്സുണ്ട്. മൂത്ത ചേച്ചിക്ക് 90 വയസ്സിന്റെ അടുത്തുണ്ട്. അത്രയും പ്രായമുള്ളവരാണ് എല്ലാവരും. അപ്പോ അങ്ങനെ ഇരുന്നപ്പം ഇവര് എന്നെ വിട്ടില്ല. ആ സമയത്താണ് എനിക്ക് അവിശ്വാസിയായി കണ്ട ഒരു വിവാഹം ഉണ്ടാകുവാനിടയായി ചെയ്തു. അപ്പൊ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെയും വലിയ പ്രശ്നങ്ങളായി. വലിയ പ്രശ്ന, ചെറുതൊന്നുമല്ല, നല്ല തീയിൽ കൂടെ കടന്നു പോണത്. ഒരു പെങ്കൊച്ചിനും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ സാമ്പത്തികമാട്ടോ, 2 വീട്ടുകാരുടെയും സാമ്പത്തിക പ്രശ്നങ്ങളാ. സാമ്പത്തികം പുറത്തു പോകാതിരിക്കാനാണ് അവർ ചെയ്തത്. നല്ല സാമ്പത്തികമുള്ള വീടുകളാ 2. അപ്പൊ അങ്ങനെ പറഞ്ഞിരുന്നപ്പം ഞങ്ങള് 2 പേരും അതിൽ നിന്ന് പിന്മാറിയിട്ട്
കൂട്ടരുടെയും സാമ്പത്തികം വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളൊരു കൊച്ചു റൂം എടുത്ത് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരെ സുഹൃത്തുക്കളെല്ലാം ദൈവത്തെ അറിഞ്ഞു, സ്നാനപ്പെട്ടു. എനിക്ക് കാണുമ്പോൾ അതൊക്കെ കാണുമ്പോൾ എൻ്റെ ഉള്ളും കിടന്ന് ഇടിക്കുക. അപ്പൊ ഞാൻ ഒരു ബൈബിള് കൊണ്ട് തരാൻ പറഞ്ഞ ഒരു സഹോദരൻ ഒരു ബൈബിള് കൊണ്ട് തന്ന്, ആ ബൈബിള് ഞാൻ രഹസ്യമായി വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഇടപെട്ടു. നിന്നെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ കുറിയിട്ടില്ല, എൻ്റെ ചെവി മന്ദമായിട്ടില്ല, നിങ്ങളുടെ അകൃത്യങ്ങൾ തമ്മിൽ നിങ്ങൾ ആ വചനം പലരും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. ബൈബിളിൽ എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല അന്നത്തെ കാലത്ത്. അപ്പൊ ഞാൻ ഈ കുഞ്ഞുങ്ങളെ നഴ്സറി വിടുന്നത് പോലെയാണ് 3 തവണ സ്ക്രീനിൽ എഴുതി ഇങ്ങനെ എന്നെ കാണിച്ചു. 3ാമത്തെ തവണ കണ്ടപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റ് ആ വചനം എടുത്ത് നോക്കി. അപ്പൊ തന്നെ എനിക്ക് കിട്ടിയപ്പോ ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോ ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്തു, കർത്താവേ, ദൈവം എന്നെ കണ്ടതാണല്ലോ, എനിക്ക് ആഗ്രഹമുണ്ട്, ഈ ക്രിസ്തീയ ജീവിതം അപ്പുറം വിട്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യവുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചിട്ട് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, എൻ്റെ ജീവിതം ഏത് അവസ്ഥയിൽ കൂടെ കടന്നു വന്നാലും, ഭിക്ഷെടുത്ത് തെണ്ടേണ്ടി വന്നാലും, പുറമ്പോക്കി കിടക്കേണ്ടി വന്നാലും, കർത്താവേ, അങ്ങയുടെ വചനം എടുത്ത് വലത്ത് നീങ്ങാൻ ദൈവം എന്നെ അനുവദിക്കല്ലേ. കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. 1 വയസ്സ് പ്രായമുള്ളൂ ഇളയ മോന്, 3, 4 അത്രയും പ്രായമുള്ളൂ. എനിക്കാണെങ്കിൽ ഒരു മുളക് ചമ്മന്തി അരയ്ക്കാൻ പോലും എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഉള്ള ഒരു പെങ്കൊച്ച്. അങ്ങനെ ഞാൻ വളർന്നു വന്നത്. ഒരു വാടക വീട്ടിൽ കിടക്കണം. അവിടെ ഇരുന്ന് അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അത് ദൈവത്തോട് ഞാൻ വലിയൊരു തീരുമാനം എടുത്തു. കുഞ്ഞുങ്ങളെ 3 പേരെ ആത്മീയമായി വളർത്തി, നല്ല രീതിയിലാണ് ആത്മീയ രീതിയിൽ വളർത്തിയത്. അന്നത്തെ കാലത്ത് വല്ല കുഞ്ഞച്ചായന്റെ സഭയാണല്ലോ, അച്ചായൻ എന്നെ ഭയങ്കര കാര്യം. ഏതവസ്ഥ എപ്പ കടന്നു വന്നാലും എൻ്റെ വീട്ടിൽ കയറാതെ അപ്പച്ചൻ സഭയിൽ പോവില്ല. അതുപോലെ കാര്യമായിരുന്നു. ജന്മം തന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഒരു ആത്മീയ പിതാവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് താമസം മാറി കഴിഞ്ഞപ്പോ ഈ പ്രശ്നമൊക്കെ അങ്ങ് മാറി. അവിടെ വന്നപ്പോ അതില് വലിയ ഭീകരമായ കാര്യങ്ങളായി. എല്ലാവരും ഭയങ്കര എതിർപ്പ്. അവർക്കത് നാണാവും, അവർക്കത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി, ഞങ്ങളുടെ വീട് കത്തിച്ചു കളയാൻ തുടങ്ങി, ഞങ്ങളെ കുഞ്ഞുങ്ങളെ അവരെ അവകാശം പറഞ്ഞു. അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ ഞാൻ മിണ്ടാതിരുന്നു. ചുരുക്കം പറഞ്ഞാല്, ഒരു ടൗണിലെ ഒരാളെ നിർത്തിയാട്ട് തുണി ഉരിഞ്ഞു കളഞ്ഞാൽ എപ്രകാരമായിരിക്കും അവരുടെ ഒരവസ്ഥ ഒന്ന് ചിന്തിച്ചാൽ അപ്രകാരം എൻ്റെ ജീവിതം, ക്രിസ്ത്യ ജീവിതം വന്നു. അപ്പോൾ ഞാനതെല്ലാം മിണ്ടാതിരുന്ന് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി നമ്മുടെ ജാതികള്, അയൽവക്കക്കാര്, നാട്ടുകാര് ഒക്കെ അത് വേണ്ടി ശത്രുത ഉണ്ടായി, ഭയങ്കര എതിർത്തു എനിക്ക് വേണ്ടി. അവളെ ആരും ഉപദ്രവിക്കണ്ട, അവള് ദൈവത്തെ അല്ലേ അറിഞ്ഞുള്ളൂ, അധികമുള്ളൂ നമ്മൾ ചെയ്തില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ അവളോട് കളിക്കാൻ പോയാൽ അവള് നിങ്ങളെ കളി പഠിപ്പിക്കും, അവൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണമെന്നൊക്കെ ജാതികള്, യാക്കോബക്കാരെ ഇങ്ങനെ ശക്തമായി എതിർത്തു. അപ്പൊ പിന്നെ അവര് മിണ്ടാതെയായി. അങ്ങനെ ഞാൻ ഇരുന്ന സമയത്ത് മൂവാറ്റ ടൗണിലേക്ക് താമസമാക്കി. മൂവാറ്റ ടൗണിൽ ഞങ്ങൾ ഒരു ബിസിനസ് മേഖലയോട് കൂടിയാണ് കടന്നു വരാനായിട്ട്. ഞങ്ങളുടെ ഫീൽഡ് ഹോട്ടലാണ്. ഇവിടെ കടന്നു വന്നപ്പോൾ ആണ് എനിക്ക് കർത്താവിന്റെ വേലയോടുള്ള ഒരാഗ്രഹം തോന്നി. ഇത്രയും തകർന്നു പോയല്ലോ, ഇനി ഇവിടെ യാതൊരു രക്ഷയില്ല. അപ്പൊ ഞാൻ ഓർത്തു, എന്നാൽ ഇവിടെ ഈ ഭൂമിയിൽ നമ്മൾ നേടിയിട്ട് എനിക്ക് ഒന്നും കിട്ടുന്നില്ല, എന്നാൽ ദൈവത്തിന്റെ സന്നിധിയില് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ച ദൈവ സാന്നിധ്യത്തില് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുങ്ങി. അങ്ങനെ ഒരു വീട് കണ്ടെത്തി ടൗണിൽ വന്നു. അതിന്റെ വാടകയും കാര്യങ്ങളൊക്കെ നിശ്ചയിച്ച് അവിടെ ഒരു പ്രവർത്തനം ഉണ്ടാകുവാൻ ദൈവം സഹായിച്ചു. അത് കല്ലുമല അപ്പച്ചനാണ് അതിട്ട് തന്നത്. അവിടെ വന്നപ്പോൾ പിന്നെ വീണ്ടും ഈ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞ് എൻ്റെ കർത്താവ് അവരുടെ മുമ്പിൽ ദൈവത്തെ ഉയർത്തുവാൻ ഭാഗ്യം തന്നു ദേശത്ത്. അപ്പൊ അവരെല്ലാം ചിന്തിച്ചു, ഇവരുടെ നടുവില് എന്തോ ഒന്നുണ്ട്, അവളോട് ആരും അനങ്ങണ്ട, മിണ്ടണ്ട, പേടിയായി അവർക്ക്. അപ്പൊ അവരെല്ലാം തനതനായ 7 കുടുംബം ദൈവം തൊട്ടു. അങ്ങനെ താളടിയായി, തകർന്നു തരിപ്പണമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവായ യേശുക്രിസ്തു ഞങ്ങളെ ഉയർത്തിയത് ഇങ്ങനെയാണ്, ഇത് അവസ്ഥരാണ്. പിന്നെ അവർ പ്രാർത്ഥിക്കാൻ വന്നു തുടങ്ങി, പ്രാർത്ഥിക്കാൻ വിളിച്ചു തുടങ്ങി, സഹകരണമായി. അങ്ങനെയുള്ളപ്പോൾ ഞാൻ അവരെ ആവശ്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ ചെല്ലും. അങ്ങനെ കുടുംബങ്ങളെല്ലാം വളരെ യോജിപ്പായി. അങ്ങനെ വേലയോടുള്ള ബന്ധത്തില് മൂവാറ്റ ടൗണിൽ വന്ന് വേല ആരംഭിച്ചപ്പോൾ ആത്മാക്കളില്ല. ദേവദാസനും കുടുംബവും ഞാനും മാത്രമേ ഉള്ളൂ. 3 തലയേ ഉള്ളൂ ആകപ്പാട്. ഞങ്ങൾ എന്നും ദേശത്തിറങ്ങി ഇങ്ങനെ വിസിറ്റിങ് ചെയ്യും, പ്രവർത്തനത്തിന് ഇറങ്ങും. എൻ്റെ മക്കളൊന്നും വന്ന് ഇവിടെ ഇല്ല.
മൂത്ത മോൻ ഗൾഫിലാണ്, ഇളയ മോൻ ചെന്നൈയിലാണ്. മക്കളുടെ കാര്യം പറഞ്ഞില്ലല്ലോ, എനിക്ക് 3 മക്കളാണ്, 2 ആണും 1 പെണ്ണുമാണ്. മോളെ ഏറ്റുമാനൂർ വിവാഹം ചെയ്തിരിക്കുന്നു. 2 ആമക്കൾ, അവരും ഒരാള് പാലക്കാട്ട് നിന്നാണ്, ഒരാള് എറണാകുളത്ത് നിന്നാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ വേല ആരംഭിച്ചപ്പോ അവിടെ ഞാൻ 3 മാസക്കാലം ഞങ്ങൾ ഈ 3 തലയായിട്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, കർത്താവേ, ഇന്ന് ആരാധനയ്ക്ക് വേണ്ടി ജനത്തെ ദൈവം അയക്കണം. ഞാൻ എൻ്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചെന്ന് പായ വിരിച്ച് ശുശ്രൂഷകർക്കുള്ള വെള്ളവും കാര്യങ്ങളെല്ലാം ഇട്ട് ഒരു 2.5 കിലോ അരി അങ്ങ് അടുപ്പത്തിട്ട് നിറയെ, ആകെ 3 പേരേ ഉള്ളൂ, ഞാൻ ഇട്ടിരിക്കുന്ന 2.5 കിലോ അരിയ. അപ്പൊ പാസ്റ്റർ ഭാര്യ എന്നോട് ചോദിച്ചു, മോളെ ഇത് എന്തിനാ ഇങ്ങനെ ചെയ്തെന്ന് വെച്ചു. ആൻറ്റി, വിശ്വാസത്താൽ നമ്മൾ ജീവിക്കണം, വിശ്വാസത്താൽ നമ്മുടെ നീതിമാൻ ജീവിക്കും, അങ്ങനെയാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടു. പ്രിയ കർത്താവിന്റെ ദാസന്മാരെ, ദൈവമക്കളെ, എനിക്ക് പറയുവാനുള്ളത് എൻ്റെ നേട്ടമല്ല, എൻ്റെ കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല. നിഷ്കളങ്കമായ ഒരു ഹൃദയം നമ്മളിൽ ഉണ്ടെങ്കിൽ ദൈവം അവിടെ പ്രവർത്തിക്കും. ഞാൻ ഡ്രസ്സ് മാറി ഞങ്ങളുടെ വീടിന്റെ താഴെ ഇറങ്ങി ചെല്ലുമ്പോൾ 11 കുടുംബം ഇരിക്കാൻ സ്ഥലമില്ലാത്തവണ്ണം വണ്ടിയും കാറും, 3 കാറും ബൈക്കും എല്ലാം നിറഞ്ഞു കിടക്കുന്നു വീടിന്റെ മുമ്പിൽ. അങ്ങനെ ആരാധന സ്റ്റാർട്ട് ചെയ്തു. അത് ആ ദൈവദാസൻ തന്നെ അവരെയും കൊണ്ട് വീണ്ടും പോയി. പിന്നെ ഒരാളെ അയച്ചു, വീണ്ടും അവരെയും കൊണ്ടുപോയി. അപ്പൊ നമ്മുടെ ഇളയ മോൻ ചെന്നൈയിലാണ് അന്ന് പഠിക്കുന്നത്, ജോലി കഴിഞ്ഞു, പഠിത്തം കഴിഞ്ഞു. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, നമ്മുടെ മോനെ മൂവാറ്റുപുഴ കൊണ്ടുവന്ന് താമസിച്ചാൽ വേലയുടെ പ്രശ്നങ്ങളൊക്കെ മാറും, അവൻ ഉത്തരവാദിത്തമായിട്ട് കാര്യങ്ങൾ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചുമോനെ അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് താമസിച്ചിട്ട് അവൻ പഠിച്ചിരിക്കുന്ന കോഴ്സ് എസ്തെറ്റിക് ഡെന്റൽ ലാബിന്റെ ലാബാണ്. ഡെന്റൽ ലാബ്, പല്ലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ട് കാണുമല്ലോ. അതിന്റെ ഒരു ചെറിയൊരു ലാബ് ഇട്ടു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കാര്യാദികൾ നടത്തിക്കൊണ്ട് വരുന്നു. പിന്നെ അവൻ സഭയുടെ കാര്യങ്ങൾ ഉത്തരവാദിത്തമായിട്ട് അവൻ ഏറ്റെടുത്തു. അവന് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അത് ഏറ്റെടുക്കാൻ കാരണം എന്തെന്ന് വെച്ചാല്, അപ്പച്ചൻ മരിക്കുന്നതിന്റെ ഒരു 15 ദിവസം മുമ്പ് പ്രസംഗിച്ചപ്പോ പറഞ്ഞായിരുന്നു, മക്കളെ ആരും സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കുന്നില്ല, ജനമെല്ലാം പണത്തിന് വേണ്ടി കോടികൾ വെട്ടിക്കൂട്ടുക എന്നൊക്കെ ഇങ്ങനെ കാര്യാദികൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ അത് ഏറ്റെടുത്തു. കർത്താവേ, ഞാൻ അത് ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞ അങ്ങനെ ഒരു വാക്ക് അവൻ ഏറ്റെടുത്തപ്പം അതിന് ശേഷം 10 ദിവസമേ അപ്പച്ചൻ ജീവിച്ചിരുന്നുള്ളൂ. ജനുവരി 10-ാം തീയതി മരിച്ചു. ഈ സ്ഥലം വാടകയ്ക്ക് എടുത്ത് അഗ്രിമെന്റ് എഴുതി വീട്ടിൽ വന്നിരിക്കുമ്പോഴാണ് അപ്പച്ചന്റെ മരണ വാർത്ത അറിയുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് ഓർക്കുമ്പോൾ വീണ്ടും ദേവദാസന്മാർ എന്നോട് ചോദിച്ചു, സിസ്റ്റർ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, എന്ത് തന്നെയായിരുന്നു. അപ്പച്ചനോട് നേരത്തെ ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അപ്പച്ചനെ ഈ ഭൂമിയിൽ നിന്ന് എടുത്തു പോയാലും മൂവാറ്റുപുഴ വേല നിന്നു പോവില്ല. കാരണം മൂവാറ്റുപുഴ വേല എന്ന് പറയുന്നത് എന്നെ കർത്താവ് ഈ പദ്ധതിയിൽ ഈ രീതിയിൽ എന്നെ കൊണ്ടുവന്നെങ്കിൽ കർത്താവിന്റെ വേല ദൈവം നടത്തും, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ എൻ്റെ സാമ്പത്തികം സ്ഥലങ്ങളെല്ലാം വിറ്റ് അതിൻ്റെതായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അതാണ് നമ്മളിവിടെ ചെലവഴിക്കെടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും പ്രതിസന്ധികൾ കൂടെ വന്ന് കടന്നപ്പോ ഈ വേല ദൈവം ഇതുവരെ കൊണ്ടുവന്നെങ്കിൽ ഇനിയും ദൈവം നടത്തുമെന്നുള്ളത് എന്റെ ഉറപ്പാണ്. അങ്ങനെ മകൻ ഏറ്റെടുത്തു. വീണ്ടും പ്രശ്നങ്ങളായി. അപ്പോൾ പിന്നെയും ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇനി ഇതാരാ, ഞങ്ങളില്ലല്ലോ, അപ്പനില്ലല്ലോ, അപ്പച്ചനില്ലല്ലോ, ഇനി ആര് ചെയ്യുന്നു ഓർത്തപ്പം വീണ്ടും പ്രാർത്ഥിച്ചു. ഉപവാസം തന്നെ എന്നും. ഞാൻ ചുരുക്കി പറഞ്ഞ് ഞാൻ അവസാനിക്കുക. അവിടുന്ന് ഞാൻ പറഞ്ഞു, ഒരു ദേവദാസിനെ കണ്ടുമുട്ടി. അവരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണല്ലോ ഈ മൂവാറ്റുപുഴ വേലയെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോ ഒരു ഡോക്ടറാണ്, ഐപ്പു സാറിന്റെ ഭാര്യയാണ്, കോട്ടയത്തുള്ള മണക്കാട്, അവര് മണക്കാല സ്കൂളിൽ പഠിപ്പിക്കുന്നു, വഴുക്കുളാല്. അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോ അവരിങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരു സഹോദരി ഒരു ദേശത്ത് നിന്ന് ഇറങ്ങിയാൽ അതിന് എന്ത് സപ്പോർട്ടും സഹായവും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരി ബൈബിളിൽ പഠനം കഴിഞ്ഞ് വെള്ളിയാഴ്ച രാത്രി ഇവിടെ വന്ന് ഞാനും ആ കർത്താവിന്റെ ദാസി എൻ്റെ മോനും ഞങ്ങൾ 3 പേരും കൂടെ ഇപ്പൊ ഇരിക്കുന്ന വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. ഒരു 11 മണി മുതൽ 2:30 മണി വരെ ഞങ്ങൾ ഇരുന്ന് ആത്മാവിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചു. അവിടുന്ന് ആ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുൻപ് 3-ാമത്തെ ദിവസം നിറയെ ആളുകൾ വന്നു. കുടുംബങ്ങൾ 6-7 കുടുംബം ഇന്നും അവർ നിലനിൽക്കുന്നുണ്ട്, ഇവിടെ ഉണ്ട്. അങ്ങനെ വേല വിശാലതയിലേക്ക് വന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടു. അത് നന്നായിട്ട് നടന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയണം. ഇതിൻ്റെ ഇടയ്ക്ക് 93-ല് ഭർത്താവ് നല്ല മദ്യപാനിയായി, പൂർണ്ണ മദ്യപാനിയായി. മദ്യപാനം കൊണ്ടങ്ങ് വല്ലാത്ത ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ 7 കൊല്ലമായിട്ടുള്ളൂ അദ്ദേഹം സ്നാനപ്പെട്ട് വന്നിട്ട്, 7 വർഷം.
ഈ 7 വർഷം പുള്ളി സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകുടുംബം എല്ലാം മൊത്തം അങ്ങ് പാടെ മാറി. ഇത് ഭയങ്കര അത്ഭുതമായല്ലോ, ഇതെങ്ങനെ സംഭവിച്ചുകൂടി, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ജനം എല്ലാം എടുത്തു ചോദിക്കാൻ തുടങ്ങി. അതുപോലെ പിടികിട്ടാത്തൊരു പുള്ളിയല്ലേ. അങ്ങനെ ദൈവനാമം അവിടെ ലോകം മുഴുവനും ദൈവനാമം മഹത്വപ്പെട്ടു. വീട്ടുകാർക്കും വലിയ മാന്യതയായി, നാട്ടുകാർക്കും സഭയ്ക്കും ഒക്കെ വളരെ അനുഗ്രഹമായി. അപ്പം പുള്ളി വിശ്വാസത്തില് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നാൽ എന്റെ തീരുമാനം എന്താന്ന് വെച്ചാല് ലോകം മുഴുവനും പോയി കർത്താവിനെ സാക്ഷിക്കാന്ന്. ഞങ്ങള് രണ്ടാളും കർത്താവിന്റെ വയൽ പ്രദേശത്ത് അങ്ങടെ വിത്ത് എറിയണം. അപ്പൊ ഞാനിങ്ങനെ ഒരു ദർശനം കണ്ടു. കുറേ ദൈവദാസന്മാർ റോഡ് വയലിൽ കൂടെ നടന്നു പോകണം. അപ്പൊ ഞാൻ അരയ്ക്ക് മുകളിൽ ചെളിക്കകത്ത് നിൽക്കുമ്പോ ഞാൻ പറഞ്ഞു, നേരെ നോക്കിയപ്പോ പറഞ്ഞു, അയ്യോ നിങ്ങളെല്ലാവരും ഉപദേശിമാരല്ലേ, നിങ്ങൾ ആരും പോകല്ലേ, ഈ വയലെല്ലാം നമുക്ക് വിത്തിടണം എന്ന് ഞാനിങ്ങനെ ഉറക്കെ വിളിച്ചു പറയാ. അങ്ങനെ ഞാൻ കണ്ണു തുറന്നു, ആരാധനയിലാ കണ്ടേ. അപ്പോ ഞാൻ അന്നെടുത്ത തീരുമാനമാണ്, ഞാൻ ദേശത്തിറങ്ങി പ്രവർത്തിച്ചോളാം. ആ ഓൾറെഡി സ്പോട്ടില് അന്ന് ആ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹം സ്നാനപ്പെടാൻ ഉറപ്പിച്ചു, തീരുമാനമെടുത്തു ഭർത്താവ്. അങ്ങനെ ഭർത്താവ് സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു. അന്ന് ആ ഞായറാഴ്ച തന്നെ ഇവിടെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി. ഈ ദേശം എല്ലാം ഭയങ്കര അത്ഭുതമായി. അങ്ങനെ വയൽ പ്രദേശത്തെ ആരാധന വളരെ അനുഗ്രഹമായി, പ്രവർത്തന വേല അങ്ങനെ വന്നു. വീണ്ടും ആരാധനയ്ക്ക് ഒരു സ്ഥലം വാങ്ങിച്ചു. അതിന് നേതൃത്വം വളരെ പ്രശ്നം ഉണ്ടാക്കി. സജിയുടെ പേരിൽ മേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പച്ചനും അവരുടെ പ്രശ്നങ്ങളാണല്ലോ. അപ്പൊ അതും ഞങ്ങൾ ഒഴിവാക്കി. ഞങ്ങൾ ആരുടെ ഒന്നും വേണ്ട, ഞങ്ങള് ദൈവം ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് ചെയ്തു കൊള്ളാം, ദൈവം അതിന് വഴിയൊരുക്കും. ഞാൻ പറഞ്ഞ അപ്പച്ചന്റെ മോനോടെയും പറഞ്ഞു, സഹിച്ചാ ഒട്ടും ഭാരപ്പെടണ്ട, കർത്താവിന്റെ വേല നന്നായിട്ട് നടത്തും. പക്ഷെ സാഹചര്യങ്ങൾ എന്തെങ്കിലും മോശമാണെങ്കിൽ നേരത്തെ വിവരം അറിയിക്കണം, ഞാൻ അത് കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അവരാരും ഒന്നും ചെയ്തൊന്നുമില്ല. അവസാന നിമിഷം വന്നപ്പോൾ ലോൺ എടുക്കണം, 25 ലക്ഷം രൂപ അന്യന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. ഈ മോനാണെങ്കിൽ ഭയങ്കര ഭാരമായി. അവൻ പറഞ്ഞു, അപ്പച്ചൻ ജീവിച്ചിരിക്കുവാണെങ്കിൽ എനിക്കിതൊന്നും ഭാരപ്പെടണ്ടായിരുന്നല്ലോ അമ്മച്ചി എന്ന് എന്നോട് പറഞ്ഞു, വിളിച്ചു. ഞാൻ പറഞ്ഞു, നീ ഭാരപ്പെടേണ്ട, ദൈവം നടത്തും. അതും ദൈവം നന്നായിട്ട് നടത്തി. അങ്ങനെ കർത്താവിന്റെ വേല ആരെല്ലാം എന്തെല്ലാം എതിർത്താലും അവിടെ നന്നായി ശോഭിച്ചു വളരുവാൻ ദൈവം സഹായിച്ചു. ഇപ്പൊ അത് നല്ല വിശാലതയിൽ ഒരു 12 കുടുംബമുണ്ട്. ഞങ്ങൾ ആരാധന നടന്നു പോകുന്നു. ഈ ദൈവം, എന്റെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ, ഈ ദൈവത്തിൽ അപ്പുറം ഒരു ദൈവം ഇല്ല. അന്യ ആരാധന ശക്തിയിലെ അവരുടെ വേദന വർദ്ധിക്കുന്നുവെന്ന് വചനം പറയുന്നത് പോലെ എൻ്റെ സഹോദരങ്ങളും കുടുംബങ്ങളും എല്ലാം ഈ അന്യ ആരാധനയുടെ വേദന ഇപ്പോഴും അവരനുഭവിച്ചുകൊണ്ടിരിക്കുക. അവരെല്ലാവരും വ്യത്യസ്തമായി ഈ കുടുംബത്തെ ദൈവം മാനിച്ചു. ആർക്കും വേണ്ടാതെ കിടന്ന കുടുംബം. ലാസർ മരിച്ചതായിരുന്നു, പക്ഷെ ആ മരിച്ചത് മരണത്തിനായിട്ടില്ല, ദൈവനാമം മഹത്വപ്പെടുത്തുവാനായിട്ടാണെന്ന് എല്ലാവരോടും ഞാൻ പറയാനിടയായി. അതിൻ്റെ ഇടയ്ക്ക് സഹോദരങ്ങളുടെ മക്കള്, കൊച്ചുമക്കള് അവരവരെയൊക്കെ സ്നാനപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചു. അനവധി ആളുകൾ വന്ന് സ്നാനപ്പെട്ട് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്രത്തോളം പറയുവാൻ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം. ദാസന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ നന്ദി സ്നേഹവും ആർദ്രമായി ഞാൻ സമർപ്പിക്കുകയാണ്. എല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രശ്നം തീർന്നില്ല, മക്കളെ ഇനിയും വരുവാനുണ്ട്. മൂത്തമോന്റെ പ്രശ്നം അത് പിന്നെയും കിടക്കും. ഒന്ന് തീരുമ്പോ ഒന്ന് വരും. അപ്പൊ അതൊന്നും സാരമില്ല. എപ്പോഴും ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഒക്കെ ആയിരിക്കുന്നു. നിങ്ങളെ എല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നാമത്തില് സ്നേഹം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാ, സാക്ഷ്യമാ പ്രിയമുള്ളവരെ നമ്മൾ കേട്ടത്. ഞാന് സിസ്റ്ററോട് 1-2 ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മള് അതിന് നമുക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൂടെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, കഴിഞ്ഞ 45 വർഷങ്ങൾക്ക്, ഏകദേശം 45 അത്രയും വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു പരസ്യയോഗം, കല്ലുമല കുഞ്ഞുമനച്ചാന്റെ ആയിരിക്കും, ഒരു പരസ്യയോഗം ഇങ്ങനെ കേട്ട്, ഒരു കുട്ടിയായിരുന്ന സമയത്ത് ഇങ്ങനെ കേട്ട്, അങ്ങനെയുള്ള ആ ഒരു താല്പര്യത്തിലാണ് സിസ്റ്റർ ഈ വിശ്വാസത്തിലേക്ക് വന്നത്. അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം പലവിധ തടസ്സങ്ങളിലൂടെ, പലവിധ പ്രതികൂലങ്ങളിലൂടെ, പ്രത്യേകിച്ച് നമുക്കറിയാം 45 വർഷങ്ങൾക്ക് മുൻപൊക്കെ നമ്മുടെ നാട്ടില് ഒരു നാട്ടിൻപുറത്ത് ഒരു ഹൈന്ദവ പെൺകുട്ടി ക്രിസ്ത്യാനി ആയിത്തീരുക എന്നൊക്കെ പറഞ്ഞാല് ഇന്നത്തെ പോലെയല്ല, വളരെ ദുർഘടമായിട്ടുള്ള ഒരു സാഹചര്യം ആണ്. എന്നാൽ അതിനുശേഷം
പിന്നീട് ഈ സിസ്റ്ററിന്റെ കുടുംബത്തിലെ എത്ര പേര് സിസ്റ്ററിന്റെ ഈ ഒരു സാക്ഷ്യത്തിലൂടെ എത്ര പേര് ഇപ്പൊ ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്? മൂത്ത സഹോദരന്റെ 2 മക്കള്, പിന്നെ ഒരു ആങ്ങളെയും ഒരു സഹോദരി ഇപ്പൊ സ്നാനപ്പെടാനിരിക്കുന്നു. അത്രേ ഉള്ളൂ. അവരെല്ലാവർക്കും താല്പര്യമുണ്ട്, ജാതി വിട്ടു പോരാൻ പറ്റില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഭർത്താവിന്റെ സഹോദരൻ സ്നാനപ്പെടാനും വിശ്വാസത്തിലേക്കും ഒക്കെ വന്നപ്പോ ഇനി ഇത് പൂർണ്ണമായിട്ട് മാപ്പിള ആവണോ, ക്രിസ്ത്യാനി ആകാൻ അവർക്ക് കഴിയില്ലാത്തതുകൊണ്ട് മാറി കഴിഞ്ഞപ്പോ വീണ്ടും അവർക്ക് പ്രശ്നമായിട്ട് ഇപ്പൊ തകർന്നിരിക്കുക. എല്ലാവരും വരും. ഞാൻ ഇത്രയും വർഷമായെങ്കിലും വേണ്ടതുപോലെ ദൈവസേനയിൽ വളരുവാനോ ഒന്നും കഴിഞ്ഞില്ല. 15 വർഷമാണ് ഒരു ആരാധനയ്ക്ക് പോകാതെ പുറത്തിറങ്ങാതിരുന്നത്. അങ്ങനെയൊക്കെ ഞാൻ ഞരങ്ങി ഒത്തിരി പ്രതിസന്ധി. ഞാൻ കമ്പിവാചകം പോലെ അങ്ങ് പറഞ്ഞു പോയത്. മരണത്തിന്റെ ഇടയ്ക്ക് എത്ര പ്രാവശ്യം പിന്നിട്ടു എന്ന് പറഞ്ഞു, ഉപദ്രവിച്ച്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി. പിന്നെ സഭ 12 കുടുംബം വിശ്വാസികളെ നേടിയെടുത്തു. അവിടെ ഒരു സഭ ഉണ്ടായി, അവിടെ പ്രവർത്തനം ഇട്ടു. അത് IPC സഭയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ മൂവാറ്റയ്ക്ക് പോന്നു. ഇവിടെ വന്നും 8, 10, 11, 12, 13 കുടുംബത്തോളം സ്നാനത്തിലേക്ക് ദൈവം നയിച്ചു. സഭയുടെ കാര്യങ്ങളെല്ലാം ദൈവം നന്നായിട്ട് നടത്തുന്നുണ്ട്. വിശ്വാസികളെല്ലാം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തിയവരാ. 12 കുടുംബം നല്ല ഫാമിലി, ഉന്നത കുടുംബം, അമേരിക്കക്കാരാ മുഴുവൻ. അവര് ഒന്നിച്ച് എന്റെ വീട്ടിൽ വെച്ചാണ് സ്നാന ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ ഒരു സഭയായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഏത് സ്ഥലത്താ സഭ വന്നത്? എവിടെ? ഏത് സ്ഥലത്താണ്? ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ അപ്പുറം. ഞാൻ സിസ്റ്ററിന്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് 2 ചെറിയ സഭകൾ സ്ഥാപിക്കുന്നതിന് വിശ്വാസികൾ അല്ലാത്തവർ വന്ന് അങ്ങനെ 2 സഭകൾ സ്ഥാപിക്കുന്നതിന് ദൈവം സഹായിച്ചു, ഇല്ലേ? 2 അല്ല 3. മാതൃസഭയിലെ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. മാതൃസഭയില് 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറെ വണ്ണപ്പുറം സ്ഥലത്ത് ഞാൻ വിസിറ്റിങ്ങിന് പോയി, ഒരു കുടുംബം 6 പേര് ഒന്നിച്ച് സ്നാനപ്പെട്ടു. അത് ഞാനിങ്ങ് പോന്നല്ലോ, പിന്നെ നമ്മൾ അറിയുന്നില്ല. അങ്ങനെ അവിടെ ഒരു വേലയുണ്ടായി. അതുകൊണ്ട് ദൈവമക്കൾ എല്ലാവരും എന്നെ അറിയും. 3 വിശ്വാസത്തിൽ കൊണ്ടുവന്ന് സഭയിലേക്ക് ആക്കി കൊടുക്കുക, അതാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര അനുഗ്രഹകരമായിട്ടുള്ള ഒരു സാക്ഷ്യമാണ്. കർത്താവിന്റെ ദാസി ഒരു ഹൈന്ദവയായിരുന്നൊരു കർത്താവിന്റെ മകളെ ഇതിലേക്ക് വന്നിട്ട് 2-3 സഭകൾ തന്നെ സ്ഥാപിക്കാൻ മുഖാന്തരമായി തീർന്നു. എന്റെ പരിചയത്തില് തിയോളജിയിലൊക്കെ PhD എടുത്ത അല്ലെങ്കിൽ അതുപോലൊക്കെ വലിയ പഠിത്തം ചെയ്ത ആളുകൾ ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ, പല പല കാര്യങ്ങളും ചെയ്ത്. പിന്നീട് സിസ്റ്റർ പറഞ്ഞത് ഭർത്താവ് ഈ സ്നാനപ്പെട്ടതിന് ശേഷവും ഭയങ്കര ഒരു മദ്യപനായിട്ട് ഇരുന്നെന്ന് പറഞ്ഞു. അതിനെ കുറിച്ചൊന്ന് പറയാമോ? തെറ്റിപ്പോയി. ഭർത്താവ് വീട്ടിലേക്ക് താമസം വന്നപ്പോ വീട്ടുകാർ പുള്ളിയെ കൊണ്ട് കുടിപ്പിച്ച് അവരെ ഒന്നിച്ച് നിന്ന് അവര് എന്നെപ്പോനോട് പോരാടി. അങ്ങനെ 28 വർഷം പുള്ളി അവരോട് കൂടെ നിന്നിട്ട് സഹിയല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി അങ്ങനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ട് 7 വർഷമായിട്ടുള്ളൂ. ഒന്നും അറിയത്തില്ല. ഇത് നല്ലതാണെന്നറിയാം, ഇത് തടയില്ല, എതിർക്കില്ല, ദശാംശം കൊടുക്കും, സഭയിൽ പോവും. പിന്നെ പാസ്റ്റേഴ്സ് എല്ലാം ഇവിടെയാണ് ഭക്ഷണം കഴിക്കുന്നതും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അതെല്ലാം അദ്ദേഹം ചെയ്തു കൊടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും, സഭയുടെ കാര്യങ്ങള്, ഭക്ഷണത്തിന്റെ കാര്യങ്ങള്, സപ്പോർട്ട് എല്ലാം പുള്ളി ചെയ്യുന്നുണ്ട്. അതൊക്കെ അവര് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കിവിടെ എന്നും ഇഷ്ടം പോലെ ആളുകളുണ്ട്, ദേവദാസന്മാര്. ഇപ്പൊ 1 വർഷമായിട്ട് ഞാൻ സുഖമില്ലാതെ ആയപ്പോഴാണ് ഇവരെല്ലാവരും അങ്ങ് മാറി ഇപ്പൊ മോന്റെ വീട്ടിലാണ്. അച്ഛനാണ് ഇപ്പൊ ചെയ്തു കൊടുക്കുന്നത്, എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട്. അപ്പം കാര്യങ്ങളെല്ലാം ഇപ്പൊ അങ്ങനെ തന്നെ. ഇപ്പൊ ഇന്നലെ പറയുക, ഒരു വർഷമായിട്ട് മിണ്ടാതിരുന്നിട്ട് ഇപ്പൊ ഒന്ന് എഴുന്നേറ്റേക്കും ദേശത്തേക്ക് എന്ന് പറഞ്ഞു ഭർത്താവ് പറയാ. അല്ലാണ്ട് ദൈവത്തിന്റെ ശബ്ദം അങ്ങനെയാ കേട്ട്, നിന്നെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം. ഒന്ന്. പിന്നെ 63-ാം സങ്കീർത്തനം പറയുന്നു, നീ എന്റെ ദൈവം, അധികാലത്ത് അന്വേഷിക്കും, വെള്ളമില്ലാത്ത ഉണങ്ങിയവരുടെ ദേശത്ത് എനിക്കായി ദാഹിക്കുന്നു. ആ ദാഹം സുവിശേഷത്തോട് എനിക്ക് ഭയങ്കര. അതാര് പിടിച്ചു കെട്ടിയാലും ഞാൻ നിൽക്കത്തില്ല, അതോടും ഞാൻ. എത്ര പ്രശ്നം വന്നാലും എത്ര തിരക്ക് വന്നാലും
ഒരു കാര്യത്തിനും പ്രാർത്ഥനാ ജീവിതവും സഭയുടെ കാര്യങ്ങളും കഴിഞ്ഞല്ലാതെ കുടുംബത്തെയോ മക്കളെയോ നോക്കത്തില്ല. അത് വലിയ ഇതാ. അതങ്ങനെയാ എന്റെ ആഗ്രഹം. ഇപ്പോഴും അങ്ങനെയാ. ഇത്രയും പ്രായമായി അസുഖങ്ങളൊക്കെ ആയെങ്കിലും എവിടെ ആര് വിളിച്ചാലും ഓടിച്ചെല്ലും. ആര് വിളിച്ചാലും ഓടിച്ചെല്ലും. അതുപോലെ ദേവദാസന്മാരെ ഒക്കെ എന്നെ ഭയങ്കര സ്നേഹമാണ്. അവരുടെ സ്നേഹമാണ് എന്നെ നിലനിർത്തിയത്. തന്റെ ഭക്തന്മാരുടെ സ്നേഹം എന്നെ നന്നായി നിലനിർത്തി. അത് വിട്ട് എനിക്ക് തിരിയാൻ പറ്റില്ല എങ്ങനെ വന്നാലും. അതൊക്കെയാണ് ക്രിസ്ത്യ ജീവിതം എന്നെ നിലനിർത്തിയത്. സിസ്റ്ററിന്റെ പ്രയാസഘട്ടങ്ങളിൽ ജീവിതത്തിന്റെ തിക്തമായിട്ടുള്ള അനുഭവങ്ങളുടെ ആ സമയത്ത് ദൈവദാസന്മാരെ വളരെയധികം പ്രാർത്ഥിക്കുകയും കൈത്താങ്ങൽ തരികയും ധൈര്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തു അല്ലേ? സാമ്പത്തികമായിട്ട് ആരുടെ ഒന്നും കൈപ്പറ്റിയിട്ടില്ല. ദൈവമായ കർത്താവ്, ദൈവം അത്ഭുതം പ്രവർത്തിച്ച് ആരും അറിയാത്ത ഇടങ്ങളിൽ നിന്ന് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലാതെ എന്റെ കഷ്ടത കണ്ടും എന്റെ അവസ്ഥത കണ്ടും ആരും ഒന്നും ചെയ്താലും ഞാൻ അംഗീകരിക്കൂല, മേടിക്കത്തുമില്ല. അങ്ങനെയാണ് എന്റെ സ്വഭാവം. അങ്ങനെയാണ്. കാരണം അതിന്റെ ആവശ്യമില്ലല്ലോ. ഞങ്ങൾക്കിപ്പോ അതിനകത്ത് ഉണ്ട്. നല്ല സാമ്പത്തികമുള്ള വീട്ടിൽ അനുഭവിക്കാൻ ഇല്ലെങ്കിലും കർത്താവ് ജയോത്സവമായി നടത്തുന്നുണ്ട്. ഒരു ദിവസം ആരാധനയ്ക്ക് പോയിട്ട് വരുമ്പോ ഉടുതുണി പോലും ഇല്ലാതെ സകലവും പുള്ളി കത്തിച്ചിട്ടിട്ടുണ്ട്. 15 ദിവസം പിള്ളേരെ സ്കൂളിൽ പോവാതെ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വെച്ചുകൊണ്ടിരുന്നു. എന്റെ തല തല്ലി പൊളിച്ചിട്ടുണ്ട്. മരിച്ചുപോയി എന്ന് വിചാരിച്ചതാ. അവിടെയും ദൈവം രക്ഷിച്ചു. അങ്ങനെയാണ് മൂവാറ്റ ടൗണിൽ വന്ന് താമസം ഉറപ്പിച്ചത്. അങ്ങനെയാണ് ഇവിടെ വേല കൂടുതൽ ശക്തമായി ഉണ്ടാകാനിടയായത്. അപ്പം ഇതിന്റെ ഇടയിൽ കൂടെ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ പോയിട്ടുണ്ട്. എത്രമാത്രം. അപ്പൊ ജനം എന്നെ കാണുമ്പോ ഇപ്പൊ അതൊക്കെ അവർ കാണുമ്പോ അവർക്ക് വലിയൊരു അതിശയാ. അപ്പൊ അത് കണ്ട് അവർ എന്തെങ്കിലും ഒന്ന് ദൈവത്തെ സ്തുതിക്കാതെ ആരും പോവില്ല. ഈ കുടുംബം ഈ രീതിയിൽ വരണമെങ്കിൽ ദൈവത്തിന്റെ വലിയൊരു അത്ഭുത പ്രവൃത്തിയാണ്. ഈ മൂവാറ്റ ടൗൺ അല്ല, മാവേലിക്കര, തൃശ്ശൂര്, കോട്ടയം, ഇങ്ങനെയുള്ള നമ്മുടെ ദൈവജനത്തിന് നന്നായിട്ട് അറിയാം, ദൈവമക്കൾക്ക്. അങ്ങനെ ഈ ഗ്രൂപ്പിൽ തന്നെ കയറാൻ നമ്മള് കല്ലുമല ഒരു മീറ്റിങ്ങിന് പോയതാ. ജോയ്സിയായിട്ട് പരിചയപ്പെട്ടു. ജോയ്സിനെ എന്നെ പരിചയപ്പെടുത്തി ഷീനാൻഡി, സൈജാന്റെ മോള് അലക്കാരി. അപ്പൊ അങ്ങനെ എന്നോട് ഇതിൽ കയറാൻ പറഞ്ഞു. ആദ്യമൊക്കെ ഞാൻ മടിച്ചു നിന്നു. ഞാൻ അങ്ങനെയാണ് ഇതിൽ കയറിയത്. അത് വളരെ അനുഗ്രഹമായി. കാരണം തമ്മിൽ പ്രാർത്ഥനയും, മറ്റുള്ളവർക്ക് രോഗികൾക്കൊക്കെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിൽ കിടക്കുകയാണെങ്കിലും ഞാൻ അവിടെ ഓടിച്ചെല്ലും. രാത്രിയോ പകലോ ഒന്നും നോട്ടമൊന്നുമില്ല. വണ്ടി വിളിക്കാ പോവുക. വണ്ടി ഓടിക്കാൻ ആളില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊരു ഓട്ടോ വിളിച്ചങ്ങ് ചെല്ലും. എത്തേണ്ടടുത്ത് ചെല്ലും. ഏത് വിശ്വാസികൾക്ക് എന്താവശ്യം, ജാതികൾക്കതായാലും വേർതിരിവില്ല. സ്നേഹിക്കുന്ന എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുക. അപ്പൊ അതുകൊണ്ട് ജനത്തിന് എന്നെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. ഇവിടെ ആരാധനയ്ക്ക് സൗണ്ട് പുറത്തു വരും, ഒച്ചപ്പാടാണ്, ബഹളാണെന്നൊക്കെ പറഞ്ഞാലും ഞാൻ ഇറങ്ങിച്ചെന്ന് ഞാൻ അവരോടൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോ അവരിതെല്ലാം അങ്ങ് മാറിപ്പോയി. പുറകെ അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഒരു അക്ഷരം എന്നോട് ഇങ്ങോട്ടും മിണ്ടില്ല. ടൗണിലാണെങ്കിലും ഉദ്യോഗസ്ഥരൊക്കെ ഭയങ്കരം കാര്യമാണ് മുനിസിപ്പാലിറ്റിയില്. അതെന്താന്നറിയോ, അവർക്കൊക്കെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോ പ്രാർത്ഥിക്കാൻ വിളിക്കും, പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചിയാണ്, ചേച്ചി ഞങ്ങൾക്ക് വലിയതാണ് എന്നൊക്കെ അവരങ്ങനെ ദൈവത്തെ മഹത്വപ്പെടും. അപ്പോ ദൈവവചനം അറിയിക്കാൻ ഒരിക്കലും എനിക്കിവിടെ തടസ്സമില്ല. ആരുടെയും ജാതികളായവര് ഒത്തിരി പേര് ഇവിടെ ആരാധനയ്ക്ക് വരുന്നുണ്ട്. ഓരോ കുടുംബത്തെ ഒരു പാല് കൊണ്ടുവരുന്ന കുടുംബം കൊണ്ടുവന്ന് അവരെ ഞാൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഒത്തിരി കുടുംബങ്ങളുണ്ട്. ആത്മഹത്യക്ക് ഒരുങ്ങി ഇരിക്കുമ്പോ ഇടിയും മഴയും പടപടാന്ന് പൊട്ടുന്ന സമയത്ത് ഞാൻ ഈ വാർത്ത അറിയുന്നത്. അതൊന്നും വകവെക്കാതെ എന്റെ പാസ്റ്ററെ ഞാൻ ഇറങ്ങി ഓടി. ഒരു കൊടയില് കല്ലെറിയണ പോലെ ഒച്ച കേൾക്കണേ, എന്നാലും വേണ്ടില്ല നിർത്ത് ഓടിച്ചെന്നു. ആ കുടുംബത്തെ രക്ഷിച്ചു. അവരിന്ന് നമ്മുടെ ദൈവസഭയിലുണ്ട്, കൂട്ടായ്മയിലുണ്ട്. അപ്പൊ അവർക്ക് അത് മറക്കാൻ പറ്റും. അവരുടെ മക്കള്, അവരുടെ ഭർത്താവ്, കുടുംബ ആത്മഹത്യക്ക് ഒരുങ്ങി ഇരിക്കുക. അപ്പൊ ഈ വാർത്ത എന്നെ വിളിച്ചറിയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദര നില്ലേ, ഞാൻ ഇതേ വരുന്നു എന്ന് പറഞ്ഞു. 1/2 മണിക്കൂറിന്റെ ഉള്ളിൽ ഞാൻ ആ സംഭവ സ്ഥലത്തെത്തി. ഞാൻ ഇവിടെ ദേശത്തില്ലായിരുന്നു. എത്തി. ആ കുടുംബം അങ്ങനെ രക്ഷയിലേക്ക് വന്നു. അതുപോലെ ഈ വിശ്വാസികൾ, ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് എല്ലാം അനുഭവമുണ്ട്. എന്നിൽ കൂടെയുള്ള വലിയ അനുഭവങ്ങളുണ്ട്. എന്നാലും പിന്നെ എനിക്ക് തോന്നാ സഭ വേണ്ട രീതിയിൽ പോകുന്നില്ലല്ലോ, വേണ്ട രീതിയിൽ പോകുന്നില്ല. അപ്പൊ എല്ലാരും പറയും, സഭയെ കുറിച്ച് നീ ഭാരപ്പെടേണ്ട, സഭ കർത്താവ് നടത്തിക്കോളും. മക്കളും പറയും, അമ്മച്ചി അതിനെ കുറിച്ച്. അതിനകത്ത് ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നത്, എന്റെ രോഗിയാവാൻ കാരണം ഈ മകന്റെ പ്രശ്നം.
മകൻ ഇത്രയും നല്ല ആത്മീയമായി മുന്നേറി നിന്ന പൈതല് ഈ വേലയ്ക്ക് അവനാണ് ആദ്യം 2000 രൂപ അയച്ചു കൊടുത്തത്. കുഞ്ഞുങ്ങൾ പ്രായമായപ്പോഴാണ് ഇങ്ങനെയൊക്കെ വേലയുടെ മുമ്പ് വന്നത്. അതുവരെ അവർക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ. പിതാവിന്റെ സാഹചര്യങ്ങൾ വളരെ മോശമായതുകൊണ്ട്. അപ്പൊ ദൈവമക്കളെ, നമുക്ക് ഞാൻ പറയുന്ന അതല്ല, ദൈവവചന ജീവനും വളരെ ശക്തിയേറിയതാ. അത് നമ്മൾ വിശ്വസിച്ച് നമ്മുടെ ഉള്ളത്തില് നമ്മൾ അത് കുറികൊള്ളുന്നോ, ആ ദൈവം അവിടെ പ്രവർത്തിക്കും, നിശ്ചയമായിട്ടും പ്രവർത്തിക്കും. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള വിശ്വാസമോ ആത്മീയ സ്നേഹമോ ഒന്നുമില്ല. പിന്നെ ഇതിന്റെയൊക്കെ പുറകില് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇല്ല എന്നുള്ളതാണ് നഗ്ന സത്യം. രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, അത് രോഗം മാറുമോ ഇല്ലയോ എന്നുള്ള സംശയമാണ്. ഇന്ന് പിന്നെ മനുഷ്യരല്ലേ. അപ്പോ ആദിവിശ്വാസമൊന്നും ഇപ്പൊ മക്കൾക്കില്ല. ആദിവിശ്വാസത്തിലൊക്കെ അവര് തീഷ്ണതയോടെ നിന്നവരാ. ഇപ്പം ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞ, അവര് തന്നെ കാര്യങ്ങളൊക്കെ നടത്തുന്നതും. മൂത്ത മകൻ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്, സഭയ്ക്കുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. പിന്നെ അവൻ മുഴുവൻ തകർന്ന് തരിപ്പണായിരിക്കുക. അവർക്ക് അവിശ്വാസത്തിന്റെ അടിസ്ഥാനം ഉറപ്പ് വന്നിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ പിള്ളേരല്ലേ, അവരെ കണ്ടാലേ വിശ്വസിക്കുള്ളൂ, അനുഭവിക്കുള്ളൂ എന്നൊക്കെയുള്ള ഒരു ധാരണയുണ്ടല്ലോ. അങ്ങനെ എന്നെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കും. ഞാൻ ഈ കൂടിയ നാൾ മുതൽ എനിക്ക് ഈ ഗ്രൂപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ജോസിയെ അത്രമാത്രം ഇഷ്ടമാണ്. പിന്നെ പ്രാർത്ഥിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളത് ഒരു ചടങ്ങായിട്ട് പോകുന്ന ഒരു കൂട്ടായ്മ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഗ്രൂപ്പ് നമ്മുടെ നല്ല വിശാലതയിലേക്ക് വരും. ഇനിയും ആളുകളെ എല്ലാവർക്കും ഈ ഗ്രൂപ്പ് എന്നൊക്കെ പറയുമ്പോ എല്ലാവരും ലോകം മുഴുവൻ ഉണ്ടല്ലോ എന്നൊക്കെയുള്ള ചിന്തയിലിരിക്കുന്നു. സമയം കൂടുതൽ എടുത്തോ ഞാൻ? മക്കള് 3 പേരാണല്ലോ, 2 ആൺപിള്ളാരും ഒരു മോള് വന്ന് അവര് സിസ്റ്റർ വിചാരിക്കുന്ന ആ ഒരു ആത്മീക നിലവാരത്തിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് അതിനു വേണ്ടിയൊക്കെ സിസ്റ്റർ വളരെയധികം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ? അത് ആത്മീയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഉപദേശങ്ങൾ അങ്ങനെയല്ലേ. ഇപ്പോഴത്തെ ശുശ്രൂഷകളും ഉപദേശങ്ങളും ഒക്കെ അങ്ങനെയാ. മറ്റത് അന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഞായറാഴ്ച പകൽക്കാലം ഈ കുഞ്ഞുങ്ങൾക്ക് പച്ചവെള്ളം കൊടുക്കാതെ ഞാൻ ഉപവസിച്ച പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകുന്നത്. ദീർഘ സമയാല വഴി ദൂരം നടന്നാണ് ഇവരെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത്. 10 കിലോമീറ്റർ നടന്നു പോകുമ്പോ പ്രാർത്ഥനയ്ക്ക് പോകുന്നവരാന്ന് പറഞ്ഞ് ജാതികൾ വണ്ടിയെ കയറ്റി കൊണ്ടുപോകും. സ്വന്തം സഹോദരങ്ങള് വണ്ടിയെ കയറ്റില്ല. അവര് 4-5 വണ്ടിയിട്ട് തകർത്തടിച്ച് ഞങ്ങളുടെ മുമ്പിൽ കൂടെ ഓടിക്കൊണ്ട് നടക്കുമ്പോ എന്നെയോ എന്റെ കുഞ്ഞുങ്ങളെ അതിനകത്ത് കയറ്റിക്കൊണ്ടു പോവില്ല. അവരൊന്ന് തിരിഞ്ഞു നോക്കില്ല. അവരെ എത്രമാത്രം, കാരണം അവര് മടങ്ങി വരാൻ വേണ്ടിയാ. ഞങ്ങള് ഏത് വിധേനെങ്കിലും കഷ്ടത അനുഭവിക്കുമ്പോ മടങ്ങി വരുമെന്ന് ചോദിച്ചു. മടങ്ങി വരത്തില്ല എന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു, ഇത്രയൊക്കെ ആയിട്ട് ഇനി ഇങ്ങ് പോന്നൂടെ എന്ന് ചോദിച്ചു. ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. തെണ്ടിയാലും വരില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലും ഞാൻ തനിയെ ഇറങ്ങിപ്പോവുള്ളൂ, ഒരു സ്വത്തും ഞാൻ ആരെയും കൊണ്ടുപോവില്ല, ഞാൻ ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. പെരുവഴിയിലേക്ക് ഇറങ്ങിയാലും ഞാൻ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് അവരങ്ങനെ എതിർത്തത്. സിസ്റ്റർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയത്, സിസ്റ്ററിന്റെ കുടുംബമാണെങ്കിലും ഭർത്താവിന്റെ കുടുംബമാണെങ്കിലും നിങ്ങൾ ഓൾറെഡി ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ്, സാമ്പത്തികമായി നല്ല നിലയുള്ളവരാണ്. എന്നാൽ വിശ്വാസത്തിലൊക്കെ വന്ന് അങ്ങനെ പോയത് കൊണ്ട് അതിന്റെ ഒന്നും തക്കതായിട്ടുള്ള അത് ലഭിക്കാതെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണോ? അതെ അതെ അതെ. കർത്താവ് സഹായിക്കട്ടെ. എത്ര നല്ല ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ദാസി ഞാൻ പറഞ്ഞതുപോലെ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് എത്ര പേരോട് സുവിശേഷം തനിക്ക് അറിയാവുന്ന രീതിയിൽ സുവിശേഷം പറഞ്ഞ് 3 ചർച്ചകൾ ഉണ്ടാകുന്നതിനൊക്കെ മുഖാന്തരമായല്ലോ. പ്രിയമുള്ളവരെ, നമ്മള് ഈ സുവിശേഷം എല്ലാം കാണാപ്പാടം പഠിച്ചിട്ട് ഇവിടെ ഇരുന്ന് ഇരിക്കുകയല്ലാതെ കർത്താവ് സഹായിക്കട്ടെ. ഓരോരുത്തരെ കർത്താവ് വിളിക്കുന്ന കർത്താവിന്റെ ദാസിയുടെ ആ ഒരു സാക്ഷ്യം എത്ര പ്രചോദനകരമായ ഒരു സാക്ഷ്യമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസി വളരെ പ്രാർത്ഥനയിൽ മുന്നിട്ട് വരുന്നതിനും ആ മക്കൾ 3 പേരും വളരെ ശക്തമായിട്ട് സുവിശേഷ വേലയിൽ ആ മാതാവിന്റെ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോയി വളരെ ശക്തമായി സുവിശേഷ വേലയിൽ വരുന്നതിനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം വന്ന് ഇത്രയുമൊക്കെ സംസാരിച്ചതിന് വളരെ സന്തോഷം. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇന്ന് പ്രിയമുള്ളവരെ, നമ്മള് ബൈബിളിൽ തന്നെ പറയുന്നുണ്ടല്ലോ, കർത്താവ് തന്നെ പറഞ്ഞു അബ്രഹാമിന്റെ മക്കളാ നമ്മളൊന്നും പറഞ്ഞുകൊണ്ട് അവരിയ്ക്കുന്നത്, എന്നാൽ വെളിയിൽ നിന്നുള്ള ആളുകൾ വന്ന് പന്തിയിലിരിക്കും. അതുകൊണ്ട് നിങ്ങള് എന്നൊക്കെ കർത്താവ് പറഞ്ഞല്ലോ. അതുകൊണ്ട്
നമ്മള് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ കർത്തവ്യങ്ങളൊക്കെ വളരെ തിടുക്കത്തോടുകൂടെ വളരെ ശുഷ്കാന്തിയോടുകൂടെ ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം. കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഈ സിസ്റ്ററിന്റെ കുടുംബത്തിന് വേണ്ടിയും നമ്മൾ തുടർന്നും പ്രാർത്ഥിക്കണം. ആ ഭർത്താവ് പൂർണ്ണമായിട്ട് എതിർപ്പൊന്നുമില്ല, സഹായങ്ങളൊക്കെ ചെയ്യുന്നു. എന്നാലും ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വരുന്നതിനും ആ കുടുംബത്തില് കർത്താവിന്റെ സമാധാനം തിരയടിക്കുന്നതിനും വേണ്ടി, കർത്താവിന്റെ സമാധാനത്തിൽ നിറയുന്നതിനും കൂടുതൽ അനേകർ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസിയുടെ പ്രവർത്തനങ്ങളിലൂടെ കർത്താവിലേക്ക് വരുന്നതിനും കർത്താവ് അവരെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. റജി കോശി ബ്രദറെ പ്രാർത്ഥിച്ച് എം പി ജോർജ് പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് നമുക്ക് ഒരു വാക്ക് ഉപവസിക്കുന്ന വിഷയം എന്താന്ന് ചോദിച്ചാൽ 7 ദിവസമാണ് ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത്. മൂത്ത മകനും കുടുംബവും അവര് പൂർണ്ണമായ ദൈവസ്ഥനിൽ കടന്നു വരുന്ന ഒരു ദേശത്തൊരു വേല ഇടാൻ ആഗ്രഹിക്കുന്നു ഏറ്റുമാനൂര്. ആ വേലയുടെ കാര്യാദികള് അവനെ ഏൽപ്പിക്കാനാണ് എൻ്റെ ആഗ്രഹം. അത് അവനറിയാം, അവൻ കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷെ അതിലേക്ക് പൂർണ്ണതയിൽ വരാത്തത് കൊണ്ട് ആ കുടുംബം മുഴുവനും ഒരു കൊച്ചവൻ ഇപ്പൊ മൂവാറ്റം നടത്തുന്നതല്ലോ, മൂവാറ്റയുടെ കാര്യങ്ങളെല്ലാം കൊച്ചവനാ നടത്തുന്നത്, കൊച്ചുമോന. അതുപോലെ ഏറ്റുമാനൂരിടുന്ന വേലയ്ക്ക് അവൻ കാര്യങ്ങൾ നടത്തണം. അതിനായിട്ടാണ് ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നത്, ഉപവസിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരുക്കത്തിലേക്ക് ദൈവം കൊണ്ടുവരും. അവൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് സാമ്പത്തിക അതിനുള്ളതില്ലാത്തത് കൊണ്ട് അവൻ അങ്ങനെ അനങ്ങാതിരിക്കുന്നു എന്ന് മാത്രം. തീർച്ചയായിട്ടും കർത്താവിന്റെ ദാസി കണ്ടോ, പുതിയ ആ വേലയിലെ മകൻ വന്ന് വളരെ ശക്തിയോടുകൂടെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ എല്ലാവരെയും